ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ബുദ്ധിസവും ജൈനിസമൊക്കെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്റ്റായിട്ടുള്ള അജീവികാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അജീവിക എന്ന പദത്തിൻ്റെ അർത്ഥം ജീവിത വഴി പിന്തുടരുക എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ലൈവ്ലിഹുഡ്, ലൈഫ് ലോങ്, മോഡ് ഓഫ് ലൈഫ് എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആൻഷ്യൻ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന ഫിലോസഫിയെ നമ്മൾ പൊതുവിൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യാറുള്ളത്. ഒന്ന് ഓർത്തഡോക്സ് സ്കൂള്, മറ്റൊന്ന് ഹെറ്ററോഡോക്സ് സ്കൂൾ. ഹെറ്ററോഡോക്സ് അഥവാ നാസ്തിക സ്കൂളിലാണ് അജീവികാസിനെ കൗണ്ട് ചെയ്യുന്നത്. അജീവികാസിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് മക്കാലി ഗോശാലയാണ്. ഇത് 5-ാം നൂറ്റാണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഈ ഒരു ഫിലോസഫി ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. അജീവികാസിനെ കുറിച്ചുള്ള ചരിത്രം റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഇവരെ എഴുതി വെച്ചിട്ടുള്ള ഇവരുടേതായ കാനോൺസ് ഒന്നും ഇപ്പോൾ സർവൈവ് ചെയ്യുന്നില്ല. ഇവരുടെ സമയത്ത് ബുദ്ധിസ്റ്റുകൾക്കും ചൈനീസ്റ്റുകൾക്കൊക്കെ ഉള്ള പോലെ അവരുടേതായ കാനോൺസ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സർവൈവ് ചെയ്യാത്തതുകൊണ്ട് ഇവരുടെ ചരിത്രം നമ്മൾ ജൈൻ ടെക്സ്റ്റുകളിലും ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുത്തതാണ്. ആ ഒരു കണ്ടംപററി പീരീഡിലുള്ളതായതുകൊണ്ട് ബുദ്ധിസ്റ്റുകളും ചൈനീസ്റ്റുകളൊക്കെ അജീവികാസിൻ്റെ ഒരു ഓപ്പോസിറ്റ് സെക്റ്റായിട്ട്, റൈവൽ സെക്റ്റായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും മെൻഷൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റ് സോഴ്സിൽ നിന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യായതുകൊണ്ട് ആ ഒരു ഫാക്റ്റിന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളായിട്ട് വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. മൗര്യൻ രാജാവായിട്ടുള്ള ബിന്ദുസാരയുടെ പീരീഡിലാണ് അജീവികാസ് അവരുടെ പീക്കിലെത്തിയത് എന്ന് പറയുന്നു. ലേറ്റർ പീരീഡിലേക്ക് ഇവർ കാര്യമായിട്ട് ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് 13-ാം നൂറ്റാണ്ട് വരെയൊക്കെ സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കർണാടകയിലും തമിഴ്നാട്ടിലും ഇവരുടെ പ്രസൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിൽ കാണുന്ന മാർക്കളി എന്ന് പറയുന്ന ഡയറ്റിയെ മഹാകാലി ഗോശാലയായിട്ട് പലരും കണക്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന ബുദ്ധിസ്റ്റ് കൃതിയാണ് മഹാവംശ. ഈ ഒരു കൃതിയിലും നമുക്ക് അജീവികാസിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനർത്ഥം ഇവർക്ക് സൗത്ത് ഇന്ത്യയും കഴിഞ്ഞ് ശ്രീലങ്ക വരെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഇവിടെ യെല്ലോ ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അജീവ അസെറ്റിക്സിൻ്റെ പേരാണ്. അതുപോലെ പാണ്ഡുപുട്ട എന്ന് പറയുന്ന അസെറ്റിക് ഒരു വാഗൺ മേക്കറുടെ മകനാണെന്ന് പറയുന്നുണ്ട്. ഇതിനർത്ഥം പല പല ജോലികളിൽ നിന്നും പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളും അജീവിക സെക്റ്റ് ഫോളോ ചെയ്തിരുന്നു. അജീവികാസ് റെഗുലറായിട്ട് മീറ്റിങ്സും അവിടെ സെറമണീസൊക്കെ നടത്തിയിരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് സഭ. അജീവികാസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ശ്രാവസ്തി. ഇവിടെ ഉണ്ടായിരുന്ന ഹാലഹല എന്ന് പറയുന്ന ഒരു വുമൺ പോട്ടറുടെ വീട്ടിലായിരുന്നു ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. എല്ലാം ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അജീവികാസ് വിശ്വസിച്ചിരുന്നത്. അതായത് ഫെയ്റ്റ്, അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് ഫെയ്റ്റലിസ് ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. ഫെയ്റ്റിന് ഇവർ പറയുന്ന പേരാണ് നിയതി. എല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ വില്ല് എന്ന്, അതായത് നമ്മളുടെ ചോയ്സോ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനോ പറ്റില്ല. എന്താണോ നമുക്ക് ലൈഫ് ഓഫർ ചെയ്യുന്നത് അത് വെച്ച് ജീവിക്കുക, അങ്ങനെയുള്ളൊരു ഐഡിയോളജി ആയിരുന്നു അജീവികാസിന് ഉണ്ടായിരുന്നത്. ലിബറേഷൻ, മോക്ഷം, ഇതിന് നമ്മൾ പൊതുവേ ഈ ബുദ്ധിസത്തിലും ചൈനീസത്തിലൊക്കെ പല മാർഗങ്ങളും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതൊക്കെ ആയിട്ട് കാണാം. പക്ഷേ ഇതിൽ പറയുന്നത്, അജീവികാസ് പറയുന്നത് ഫെയ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫെയ്റ്റ് ഫോളോ ചെയ്യുക, ഫെയ്റ്റ് നമ്മളെ എന്തിലേക്ക് നയിക്കും? ലിബറേഷനിലേക്ക് നയിക്കും. ഇവർ കർമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയല്ലോ പൊതുവേ പാസ്റ്റ് ലൈഫിലൊക്കെ ചെയ്തതിൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നെക്സ്റ്റ് ലൈഫിൽ കിട്ടുകയെന്ന്. അപ്പോൾ അതിനെ ഇവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫെയ്റ്റും ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ നമ്മൾ വില്ലിലല്ല ഒന്നും ചെയ്യുന്നത്. അപ്പോൾ കർമ്മ എന്ന് പറയുന്നതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു സോൾ ഉണ്ട് എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അതിന് പറയുന്ന പേരാണ് ആത്മാൻ. ഇവർ സ്ട്രിക്റ്റായിട്ട് സെലിബസി പാലിച്ചിട്ടില്ലായിരുന്നു. അതിന് നമുക്ക് എവിഡൻസ് ലഭിക്കുന്നത് ജൈൻ ടെക്സ്റ്റുകളിലൊക്കെ ഇവർ സെലിബസി പാലിക്കാത്തതിനെ കാര്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റ് ചൈനീസ്റ്റ് കൃതികളിൽ അജീവികാസിനെ മെൻഷൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവരൊരു കോമ്പറ്റീഷനായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. അതുപോലെ ബുദ്ധിസവും ചൈനീസും പോലെ തന്നെ റെലവൻ്റ് ആയിരുന്നു ആ ഒരു പീരീഡിൽ അജീവികാസും. ബുദ്ധിസ്റ്റ് കൃതിയായിട്ടുള്ള അംഗുത്തര നികായയിൽ ബുദ്ധ മഹാകാലി ഗോശാലയെ ഫൂളിഷ് മാൻ എന്ന് പറയുന്നതായിട്ടാണ് പരാമർശിക്കുന്നത്. ഗോശാലയെ ഒരു ഫിഷർമാനായിട്ടും കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് റിവർ മൗത്തിൽ നെറ്റ് വെച്ചിട്ട് എല്ലാ മീനുകളെയും പിടിക്കുകയും മീനുകളെ മൊത്തം ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നൊരു ഫിഷർമാനായിട്ടാണ് ഗോശാലയെ പറയുന്നത്. ബുദ്ധിസ്റ്റ് കൃതികളിൽ അജീവികാസിനെ
വേഴ്സ്റ്റ് ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് ഓഫ് ഡോക്ട്രിൻസ് എന്ന് പറയുന്നുണ്ട്. ജൈന കൃതികളിലും നമുക്ക് ഇവരുടെ തമ്മിലുണ്ടായിരുന്ന റിവാൽറിയും കോമ്പറ്റീഷനും കാണാൻ സാധിക്കും. ഇതിനൊരു ഗുഡ് എക്സാമ്പിളാണ് ഭഗവതി സൂത്ര. ഇതിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, മഹാവീരൻ്റെ ഡിസിപ്പിളായിട്ട് കുറച്ചു കാലം ആരുണ്ടായിരുന്നു, മഹാകാലി ഗോശാല ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇവർ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര വയലൻ്റായിട്ട് കോറലുണ്ടായി. അങ്ങനെ ഗോശാല മഹാവീരയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ഭഗവതി സൂത്രയിൽ പറയുന്നുണ്ട്. ഇതൊരു ജൈൻ ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് വരുന്നത് മഹാവീരയാണ്. വളരെ സീവിയർ ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള സന്യാസായിരുന്നു ഇവർ ഫോളോ ചെയ്തിരുന്നത്. ഇവർ വളരെ റെയറായിട്ടായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. പക്ഷേ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലൊക്കെ പറയുന്നത് ഇവർ സീക്രട്ടായിട്ട് ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ്. അഹിംസ അഥവാ നോൺ വയലൻസ് ഇവരുടെയും ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ജൈൻസിൻ്റെ അത്ര സ്ട്രിക്റ്റ് അല്ലായിരുന്നു ഇവരുടെ അഹിംസ. മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഇവർ കംപ്ലീറ്റ് ന്യൂഡിറ്റി ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഈ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത് ഒരു അജീവിക മോങ്കിൻ്റെ ഒരു പിക്ചറാണ്. ഇതിൽ നമ്മൾ കാണാം ഇയാൾ കംപ്ലീറ്റ്ലി ന്യൂഡാണ്. മറ്റൊരു പോയിന്റ്, ഇവർ മാംസം ഭക്ഷിച്ചിരുന്നു. ഈ സന്യാസ ജീവിതമായിരുന്നെങ്കിലും കംപ്ലീറ്റ് സെലിബസ് ഇവർ ഫോളോ ചെയ്തിരുന്നില്ല. കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടോ ഡിസ്ക്രിമിനേഷനെ ഇവർ പ്രൊമോട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അതിനെ ഡിസ്ക്രിമിനേഷനെ റിജക്റ്റ് ചെയ്തിരുന്നു. ഈ കയ്യിൽ ബൗളി ഉപയോഗിക്കുന്നതിന് പകരം കയ്യിൽ തന്നെ ഫുഡ് വാങ്ങിയിട്ട് അത് നക്കി കഴിക്കുന്നതായിട്ടും ഇവരുടെ ഒരു ട്രഡീഷൻ്റെ ഭാഗമാണ്. ഇങ്ങനെ കയ്യിൽ നിന്ന് കഴിച്ചിരുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് ഹാത്തപാലഖാന, പിന്നെ ഏകദണ്ഡിക. ജനറലി അജീവിക മൂവ്മെൻറ്റിൻ്റെ ഫൗണ്ടറായിട്ട് പറയുന്ന ആളാണ് മക്കാലി ഗോശാല. മക്കാലി ഗോശാല എന്ന പേരിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. മക്കാലി എന്ന് പറയുന്നത് ഒരു കാസ്റ്റാണ്. ഈ കാസ്റ്റിലുള്ള ആളുകൾ ചെയ്തിരുന്നത് കയ്യിൽ ദൈവത്തിൻ്റെ പിക്ചർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് ഭിക്ഷയാചിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറും ശേഷം ഇദ്ദേഹവും ഈ ഒരു വർക്ക് ഫോളോ ചെയ്തിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ ആ ഒരു വേർഡ് മക്കാലി എന്നത് ഒരു കാസ്റ്റിനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഗോശാല എന്നത് ഇദ്ദേഹം ജനിച്ചത് ഒരു ഗോശാല, അതായത് ഒരു പശുത്തൊഴുത്തിലാണെന്ന് പറയുന്നുണ്ട്. ചില സോഴ്സുകളിൽ പറയുന്നത് മക്കാലി ഗോശാല എന്ന് പറയുന്നത് അജീവികാസിൻ്റെ ഫൗണ്ടറല്ല, അദ്ദേഹം ഒരു ലീഡർ മാത്രമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുന്നേ ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ട് എന്നാണ്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അംഗുത്തര നികായ എന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിലും ഭഗവതി സൂത്ര എന്ന് പറയുന്ന ജൈൻ ടെക്സ്റ്റിലും നമുക്ക് നെഗറ്റീവായിട്ട് മക്കാലി ഗോശാലയെ മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാം. ജൈന തീർത്ഥങ്കരനായിട്ടുള്ള മഹാവീരയുടെ ശിഷ്യനായിട്ട് മക്കാലി ഗോശാല കുറച്ച് സമയം ഉണ്ടായിരുന്നു. ശേഷം ഇവർ തമ്മിൽ ഡിസഗ്രിമെൻ്റായിട്ട് തെറ്റിപ്പിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് വരെയുള്ള സമയത്ത് ഭഗവതി സൂത്രയിലൊക്കെ മക്കാലി ഗോശാല ഒരു പോസിറ്റീവ് നോട്ടിലൊക്കെയാണ് പറയുന്നത്. കാരണം മഹാവീരൻ്റെ കീഴിൽ വരുന്നതായിട്ടാണല്ലോ പറയുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഭയങ്കര വയലൻ്റായിട്ട് ഇവർ തമ്മിലുള്ള ഫൈറ്റും ഡിസഗ്രിമെൻറ്റും ഡിബേറ്റ്സൊക്കെ ആയിട്ട് ഒരു ബിറ്റർ നോട്ടിലാണ് ഗോശാലയെ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. 2-ാം നൂറ്റാണ്ട് സിയിൽ എഴുതപ്പെട്ടിട്ടുള്ള അശോകവദന എന്ന പുസ്തകത്തിൽ മൗര്യൻ എംപററായിട്ടുള്ള ബിന്ദുസാരയും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള സുഭദ്രഗിയും ഈ ഒരു അജീവിക സെക്റ്റ് ഫിലോസഫി ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദിവ്യവദന എന്ന കൃതിയിൽ ബിന്ദുസാരയുടെ കോർട്ടിലുണ്ടായിരുന്നൊരു ഫോർച്യൂൺ ടെല്ലറും അജീവിക ഫോളോവറായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചറിൽ അശോക ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ളൊരു കിങ് ആവുമെന്നൊക്കെ ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. മൗര്യൻ പീരീഡിൽ, പ്രത്യേകിച്ച് അശോകയുടെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ദശരഥയുടെയും പീരീഡിൽ ഈ അജീവിക സെക്റ്റിലുള്ള സയൻസിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കേസ് ബിൽഡ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൗര്യൻ പീരീഡിലായിരുന്നു അജീവികാസിൻ്റെ പീക്ക് ആക്ടിവിറ്റീസ് നടന്നിരുന്നത്. ഇൻസ്ക്രിപ്ഷൻസ് അടങ്ങിയിട്ടുള്ള ഈ 2 സെറ്റ് ഓഫ് കേവുകളാണുള്ളത്. ബറാബർ കേവ്സ്, പിന്നെ നാഗർജുനി കേവ്സ്. ഇത് രണ്ടും ബീഹാറിലാണ്. ബറാബർ കേവ്സ് അശോകയുടെ പീരീഡിലും നാഗാർജുനി കേവ്സ് ദശരഥയുടെ പീരീഡിലുമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ നിന്നും 2 സെറ്റ് ഓഫ് കേവ്സ് ആണ്. ബറാബർ കേവ്സിലും പല പല കേവ്സ് ഉണ്ട്, അതുപോലെ നാഗർജുനി കേവ്സിലും പല പല കേവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്, ഈ ഒരു അജീവികാസിന് വേണ്ടി ഈ രാജാക്കന്മാർ കൊടുത്തതാണ് എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസ് ലഭിച്ചിട്ടുണ്ട്. ഈ 2 കേവ്സിനെ കുറിച്ചും ഇൻസ്ക്രിപ്ഷനും ആർക്കിടെക്ചറും ആർട്ടും പോളിഷിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൗര്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. മൗര്യൻ പീരീഡിന് ശേഷം പൊതുവെ ടെക്സ്റ്റുകളിലൊക്കെ അജീവികാസിനെ കുറിച്ചുള്ള മെൻഷൻസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം.
ലൈറ്റർ പീരീഡിൽ ഈ അജീവികാസിന് വേണ്ടി കൊടുത്തിരുന്ന നാഗാർജുനി കേവ്സിലും ബറാബർ കേവ്സിലും ഒക്കെ ഉണ്ടായിരുന്ന അജീവിക എന്ന ഇൻസ്ക്രിപ്ഷൻസ് മായ്ച്ച് കളയുകയും അവിടെ അജീവികാസിന് കൊടുത്തിരുന്ന കേവ്സിൽ മറ്റ് ദൈവങ്ങൾ ശിവൻ അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെയുള്ള കൃഷ്ണൻ അങ്ങനത്തെ ഐഡൽസൊക്കെ പ്ലേസ് ചെയ്തതായിട്ടും കാണാം. ഇതൊക്കെ അജീവികാസിൻ്റെ ഒരു ഡിക്ലൈനിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നോർത്ത് ഇന്ത്യയിൽ നോക്കുമ്പോൾ ശുംഗ പീരീഡ് ആകുമ്പോഴേക്ക് തന്നെ നമുക്ക് അജീവികാസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത് കാണാം. വായുപുരാണയിൽ പറയുന്നത് ഗുപ്ത പീരീഡ് ആകുമ്പോഴേക്ക് അജീവികാസിൻ്റെ റിച്വൽസിലും അവരുടെ ബിലീഫ്സിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. അതുപോലെ അവരുടെ സെക്റ്റ് വളരെയധികം ഡിക്ലൈനിങ് സ്റ്റേജിലാണ് എന്നും ഇതിൽ പറയുന്നുണ്ട്. വരാഹമിഹിരയുടെ 6th century ടെക്സ്റ്റായിട്ടുള്ള ബ്രജ് ജാതകയിൽ അജീവികാസിനെ പല സെക്റ്റുകളെ പറയുന്ന കൂട്ടത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതിലൊരു ആസ്ട്രോളജിയെ പറയുന്നൊരു കോണ്ടെക്സ്റ്റിൽ ഒരു പ്രത്യേക പ്ലാനറ്ററി ഇൻഫ്ലുവൻസിൽ ജനിക്കുന്ന ആളുകൾ അജീവിക അസെറ്റിക്സ് ആവുമെന്ന് പറയുന്നുണ്ട്. 9th and 10th century കമൻറ്റേറ്ററായിട്ടുള്ള ഉത്പാലയുടെ വർക്കിൽ അജീവിക എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് വൈഷ്ണവൈറ്റ് ആയിട്ടുള്ള ഏകദണ്ഡിൻ അസെറ്റിക്സിനെ മെൻഷൻ ചെയ്യാനാണ്. എൽ ഭാഷം പറയുന്നത് അജീവികാസ് ഒരു ലേറ്റർ ഫേസ് ആയപ്പോഴേക്കും അജീവികാസ് എന്ന ടേം മറ്റ് സെക്റ്റുകളുമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. മറ്റ് പോപ്പുലറായിരുന്ന പല സെക്റ്റുകളുടെയും റിച്വൽസും ആചാരങ്ങളൊക്കെ അജീവികാസിലേക്കും അതുപോലെ അജീവികാസിൻ്റെ ഒരു സ്ട്രിക്റ്റ് അസെറ്റിസിസ് ഒക്കെ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ആവുന്നത് ഈ ഒരു പീരീഡിൽ കാണാം. 1292 എഴുതിയിട്ടുള്ള സത്യത മഞ്ജരി എന്ന മല്ലിസേനയുടെ വർക്കിൽ അജീവികാസ് അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്നുവെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് സദേൺ ഇന്ത്യയിലുള്ള അജീവികാസിനെ ആയിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ ഏത് ടോപ്പിക്സാണോ ആവശ്യമുള്ളത് അത് കമൻറ്റിൽ ചെയ്താൽ ഞാൻ ഷുവറായിട്ടും കവർ ചെയ്യുന്നതാണ്.